എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹെൽത്തിയായ ഒരു സ്നാക്സാണ്. അത് നമുക്ക് രാവിലത്തെ ഭക്ഷണമാക്കാം, 4 മണിക്ക് കഴിക്കാം, രാത്രിയിലെയും ഫുഡാക്കാനും പറ്റും. അത് ആവിയിലും പുഴുങ്ങിയെടുക്കാം, എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. അതല്ലാതെ നമുക്ക് എണ്ണ തൂത്തിട്ട് പൊരിച്ചും എടുക്കുക. ഇപ്പോൾ എണ്ണ തൂത്ത് പൊരിച്ചെടുക്കുന്ന ഒരു കിടില സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആവശ്യമുള്ളത് നമുക്ക് മൈദാമാവ് ഒന്നും കൊണ്ടല്ല ഉണ്ടാക്കുന്നത്, റവ കൊണ്ടാണ്. കണ്ടില്ലേ, ഇത് ചെറിയൊരു ഗ്ലാസ് റവയാണ്. പിന്നെ തൈര്, ഇത്രയും സാധനമാണ്. ഇത് നമുക്കൊന്ന് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാം. റവ ഇട്ടു, ഇപ്പം ഉപ്പിട്ടു. ഇനി ഒരു വലിയ 2 സ്പൂൺ തൈര് ഒഴിക്കണം. ഇത് ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ളത്. ഇനി അതിനാവശ്യമുള്ള മിക്സ് ചെയ്തിട്ട് ഇതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കണം. കണ്ടില്ലേ, ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുറച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് കുതിരും. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു നടുക്കൊരു ഫില്ലിങ് വയ്ക്കുന്നുണ്ട്, ഉരുളൻകിഴങ്ങിൻ്റെ. അത് അപ്പോഴത്തേക്ക് നമുക്കത് ശരിയാക്കി എടുക്കാം. കണ്ടില്ലേ, ഇതാണ്. ഇതിങ്ങനെ തന്നെ അടച്ചു വയ്ക്കണം. ഇത് കുറച്ച് നേരം ഇങ്ങനെ അടച്ചു വെച്ചേക്കണം, ഒരു 10 മിനിറ്റ്. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ഫില്ലിങ് ഉണ്ടാക്കാം ഉരുളൻകിഴങ്ങിൻ്റെ. അതെന്താണെന്ന് വെച്ചാൽ സവാള, മല്ലിയില, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, പെരിഞ്ജീരകം. കണ്ടില്ലേ, എന്തെല്ലാമാണെന്ന് കണ്ടല്ലേ. ഇതാ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില കുഞ്ഞായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഇത് ഇത്രയും. പിന്നെ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത്. ഇത് തൊലിയെല്ലാം കളഞ്ഞിട്ട് അത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതും പൊടിച്ച് അതിൻ്റെ കൂടെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പെരിഞ്ജീരകവും എല്ലാം ഇട്ട് നല്ലോണം ഉരുളൻകിഴങ്ങ് പുഴുങ്ങി മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തത്. വേവിക്കൊന്നും വേണ്ട, ഇതിങ്ങനെ വെച്ചേക്കണം. കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കണം. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം അടച്ചവിടെ മാറ്റി വെച്ചേക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ കുതിർത്ത് വെച്ചിരുന്ന റവ നല്ല പഞ്ഞി കണക്കായിട്ടുണ്ട്. അത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. നമ്മൾ റവയും തൈരും ഉപ്പും കൂടെ ഇട്ട് അടിച്ചുകൊണ്ട് വന്നതിനകത്ത് കുറച്ച് മല്ലിയില മാത്രം ഇട്ടാൽ മതി. വേറെ കറിവേപ്പില വേറെ ഒന്നും ഇടണ്ട, കുറച്ച് മല്ലിയില മാത്രം. ഇത് നമ്മൾ ദോശയുടെ പരുവത്തിനുള്ള കണക്കിരിക്കും. കണ്ടില്ലേ, ദോശ ഉണ്ടാക്കുന്നത് ആ ഒരു പരുവത്തിലാണ് ഇതിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. ആർക്ക് വേണമെങ്കിലും കഴിക്കാം. എണ്ണ വേണ്ടാത്തവർക്കാണെങ്കിൽ ആവിയിൽ പുഴുങ്ങി കഴിക്കാം. കുട്ടികൾക്കാണെങ്കിൽ നല്ല മൊരിച്ച് എണ്ണയിൽ പൊരിച്ചെടുത്ത് കഴിക്കാം. ഇത് നമുക്ക് തവ വെച്ച് അതിനകത്ത് കനം കുറച്ച് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ദോശത്തവ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇത് നൈസായിട്ട് ചുട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ, എന്നാലേ ഇത് ചുട്ടെടുക്കാൻ പറ്റൂ. നല്ലോണം ചൂട് കൂടിയ കല്ലേന്ന് ഇളകി വരത്തില്ല. ഇനി നമുക്ക് ഈ മാവ് കല്ലിൽ കോരി ഒഴിക്കാം. ഒരു നൈസായിട്ട് ചുട്ടെടുക്കണം. ഇതേപോലെ എല്ലാം നല്ല റൗണ്ടിന് ചുട്ടെടുക്കണം. നമ്മൾ മൈദാമാവിനും ഗോതമ്പ് മാവിനും ഒക്കെ നമ്മൾ കല്ലേ പരത്തി ഇത് കണക്ക് ഉണ്ടാക്കുമല്ലോ, അത്രയേ ഉള്ളൂ. അത് കണക്ക് ചുട്ടെടുത്താൽ മതി, എണ്ണ ഒന്നും ചേർക്കണ്ട. കുറച്ച് മാത്രമേ വേകാവൂ, അല്ലെങ്കിൽ മുരിഞ്ഞു പോയാൽ ഒട്ടാൻ പാടാവും. അതുകൊണ്ട് കുറച്ച് വേവിച്ചെടുക്കണം. ഇനി നമ്മളിത് അല്ലാതെ കല്ലേ വെച്ച് വീണ്ടും ഇത് വേവിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇതേ കണക്ക് നമ്മൾ എല്ലാം ചുട്ടെടുക്കണം. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, പാടൊന്നുമില്ല.
നമ്മൾ കിടന്ന് പലഹാരം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് 4 മണിക്ക് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ പലഹാരം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട. ഇത്തിരി റവ ഇട്ട്, മൈദാമാവ് ഉപയോഗിക്കാതിരിക്കുക. റവ ഉപയോഗിച്ച് കുറച്ച് തൈരും ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട്, എള്ളുണ്ടെങ്കിൽ കുറച്ച് എള്ളും കൂടെ ഇടാം. ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണെങ്കിൽ എളുപ്പം നമുക്ക് ചുട്ടെടുക്കാം. നമുക്കിങ്ങനെ എല്ലാം ചുട്ടെടുക്കാം. ഉരുളൻകിഴങ്ങിൻ്റെ ഫില്ലിങ് ഒന്നും കൂടി ഞാൻ പറയാം. ഉരുളൻകിഴങ്ങ് 2 എണ്ണം പുഴുങ്ങിയത് ആവശ്യാനുസരണം എടുക്കാം. ആവശ്യമുള്ള കണക്ക് നിങ്ങൾക്ക് എത്ര ഉരുളൻകിഴങ്ങ് വേണമെങ്കിലും അത്രയും എടുക്കാം. ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത്, പച്ചമുളക്, മല്ലിയില, ഗരം മസാല അല്ലെങ്കിൽ പെരിഞ്ജീരകം ഇട്ടാലും മതി, പെരിഞ്ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഉപ്പ്, പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ 1 സ്പൂൺ ഇടാം. അത് ഇത്രയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ആക്കി വെച്ചേക്കുകയാണിത്. വേവിക്കുകയൊന്നും വേണ്ട. ഇത് നടുക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ് കേട്ടോ. നമുക്ക് കുറേ മല്ലിയിലയൊക്കെ കിട്ടിയാൽ നമുക്ക് കേടാകാതിരിക്കുക എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 വാഴയില നനച്ചെടുക്കുക. 2 വാഴയില നനച്ചെടുത്തിട്ട് വേര് ഭാഗത്ത് കുറച്ച് വെള്ളം തടവിയിട്ട് ആദ്യത്തെ ഒരു ഇലയിൽ പൊതിഞ്ഞിട്ട് രണ്ടാമത്തെ ഇലയിലും പൊതിഞ്ഞ് വെള്ളം നനച്ച് വെച്ചിരുന്ന ഒരു 2 മാസം വരെയും കേടുകൂടാതെ നമുക്ക് എടുക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്കൊന്ന് അതിൻ്റെ വേര് ഭാഗത്ത് ഇത്തിരി വെള്ളം ഒന്ന് മുക്കി കൊടുത്താൽ മാത്രമേ, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. എൻ്റെ ഇപ്പം കാണിക്കാനില്ല, ഞാൻ 2 ആഴ്ചയായ ഇത് മല്ലിയിലയാണ് ഞാൻ ഇന്നിപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചത്. നല്ല പച്ചയ്ക്ക് ഇരിക്കുന്നുണ്ടോ, അതേ കണക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ ദോശ പോലെ എല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഒരിക്കലും കല്ല് നല്ല ചൂടാവുമ്പോൾ മാവ് ഒഴിക്കരുത്. കുറച്ച് ചൂടിൽ മാത്രമേ കല്ല് മാവ് ഒഴിച്ച് റൗണ്ടാക്കി എടുക്കുക, അല്ലെങ്കിൽ നൈസായിട്ട് നമുക്ക് കിട്ടത്തില്ല. അതല്ല, ചൂട് കൂടുതലാണെങ്കിൽ ഇത് നമ്മൾ ചുറ്റി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കട്ട പിടിക്കും. അതുകൊണ്ട് കല്ല് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഈ ദോശ ചുട്ടെടുക്കാൻ. ദോശ പോലെയാണ് ചുട്ടെടുക്കേണ്ടത് കേട്ടോ പപ്സിന്. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചമ്മന്തിയും കൂട്ടി കഴിക്കാം. വെറും നൈസാണ്, കണ്ടില്ലേ, വെറും നൈസാണ്. ഇതിപ്പോൾ ഒരു പപ്സിന് വേണ്ടിയാണ് നമ്മളുണ്ടാക്കി. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് തേങ്ങാ ചമ്മന്തിയോ മുളക് ചമ്മന്തിയോ ഒക്കെ ആയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇത്തിരിയും കൂടെ ഒന്ന് മുരിച്ചെടുക്കണമെന്നേ ഉള്ളൂ. ഇത് കുറച്ച് മുരിച്ചെടുക്കത്തേ ഉള്ളൂ. ഇനി നമുക്കിത് ഫില്ലിങ് നിറയ്ക്കാം. നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് വയ്ക്കണം. നടുക്ക് വെച്ചിട്ട് ഇത് രണ്ടും കൂടെ അപ്പുറവും ഇപ്പുറവും, ഇത് മൈദാമാവൊന്നും ഒട്ടിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇതിങ്ങനെ ചെറുതായിട്ട് വെന്തത് കൊണ്ട് നമുക്ക് ഒട്ടിക്കാൻ എളുപ്പമായിരിക്കും. കണ്ടില്ലേ, കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും. ഇത് കണക്ക് നമുക്ക് എല്ലാം ഒന്ന് മടക്കിയെടുക്കാം. വേറെ നൈസാ, ചെറുതായിട്ടേ വെന്തിട്ടുള്ളൂ. എൻ്റെ നടുക്ക് ഇത് കണക്ക് ഫില്ലിങ് വയ്ക്കാം. ഫില്ലിങ് വെച്ച് അപ്പുറത്തോട്ട് മടക്കി, ഇപ്പുറത്തോട്ട് മടക്കി, ഇങ്ങോട്ടേ മടക്കി, ഇങ്ങോട്ട് മടക്കി. ഇത് ആവി പുഴുങ്ങി എടുത്തും കഴിക്കാം, എണ്ണ കോരി എടുത്തും കഴിക്കാം കേട്ടോ. ഒരു കുഴപ്പവും വരത്തില്ല. പിന്നെ എണ്ണയൊന്നും ആവശ്യമില്ലാത്തവർക്ക് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ എണ്ണയിലൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി. അതല്ല, നല്ല കുട്ടികൾക്കൊക്കെ നല്ല മൊരിഞ്ഞിരിക്കണം, മുട്ട പപ്സൊക്കെ കഴിക്കുന്ന കണക്കാണെങ്കിൽ നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം. നമുക്കെല്ലാം ഒന്ന് ചുറ്റിയെടുക്കാം. നമ്മൾ പപ്സ് ഉണ്ടാക്കാനുള്ള ഫില്ലിങ് നിറച്ച് എല്ലാം നല്ല മുട്ട പപ്സിൻ്റെ കണക്ക് നല്ലോണം മടക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിയങ്ങിരിക്കും, ഇളകത്തൊന്നുമില്ല. കാരണം നമ്മൾ അധികം ഇത് മൂപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് നല്ലോണം ഒട്ടും. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഇത് കല്ല് പൊരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. അധികമൊന്നും വേണ്ട, ഇത് മുരിഞ്ഞെടുക്കാനുള്ള നെയ്യാണ് ഒഴിച്ചേക്കുന്നത്, കണ്ടില്ലേ. നെയ്യ് ഇങ്ങനെ തടവിയിട്ട് ഇത് ഓരോന്നും എടുത്ത് ഇതിനകത്തോട്ട് വെച്ചാൽ മാത്രം മതി. എളുപ്പം നമുക്ക് നല്ല ഹെൽത്തിയായ ഒരു ഫുഡ് നമുക്ക് ശരിയാക്കി എടുക്കാം. ഇതിനകത്ത് നമുക്ക് ചിക്കനോ മുട്ടയോ ഒക്കെ ചിക്കി നമുക്ക് ആക്കിയെടുക്കാം, ഒരു കുഴപ്പമില്ല. ആവശ്യമുള്ള കണക്ക് നമുക്കിഷ്ടമുള്ള ഫില്ലിങ് നിറച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ലോണം അങ്ങ് മൊരിയും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, എളുപ്പമാണ്. ആർക്കും ഉണ്ടാക്കി നോക്കാം. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതൊരു 5 എണ്ണം 200, ഒരു ഗ്ലാസ് മാവിന് 200 ഗ്രാം മാവിന് ഉണ്ടാക്കി എളുപ്പം എടുക്കാം. കുറച്ച് തൈരിൻ്റെ ആവശ്യമേ ഉള്ളൂ.
മല്ലിയില ഇല്ലേലും കുഴപ്പമില്ല, കറിവേപ്പിലയോ മുരിങ്ങയില ഇട്ടാലും മതി. ഒരു രസത്തിന് വേണ്ടി, ഒരു സ്റ്റൈലിന് വേണ്ടിയാണ് ഈ പച്ചില ഇങ്ങനെ കാണുന്നത്, അല്ല യാതൊരു പ്രശ്നമില്ല. കണ്ടില്ലേ, എളുപ്പം നല്ല കടയിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുമല്ലോ ഒരു പത്തൊക്കെ, അതേ കണക്കിരിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിസ്സാരമായുള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. എൻ്റെ ഈ ചെറിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ള കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കണം. നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ് നമുക്ക് എടുക്കാം, പാത്രത്തിലൂടെ എടുക്കാം. ചൂടോടെ അങ്ങോട്ട് കഴിക്കണം. നമ്മുടെ പപ്സ് ഇവിടെ ശരിയായിട്ടുണ്ട്. കണ്ടേ, ഒരു തക്കാളി ചമ്മന്തിയായിട്ട് നമ്മൾ സൂപ്പറായിട്ട് കഴിക്കാം. ഇത് നല്ല അകത്ത് നല്ല ഫില്ലിംഗ് ഒക്കെ ഉള്ളതാണ്. കണ്ടില്ലേ, ഇതിങ്ങനെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. നിസ്സാരമായ സാധനങ്ങൾ മാത്രം മതി. എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം. ഈ തക്കാളി ചമ്മന്തി 2 തക്കാളി, 1 വെളുത്തുള്ളി, ഇഞ്ചി, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, ഇത്തിരി നാരങ്ങ നീര്, ഇത് അരച്ചെടുത്തതാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കി ഇത് കഴിക്കാം. ഓക്കെ, താങ്ക് യു.